തിരുവനന്തപുരം നഗരത്തിൻ്റെ പൈതൃക തനിമ നിലനിർത്തിക്കൊണ്ട് PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലത്തൊരുക്കിയ ഹരിതാഭമായ ട്രാഫിക് ഐലൻഡിൻ്റെയും ഫൗണ്ടൻ്റെയും ഉദ്ഘാടനം ഡെപ്യൂട്ടി മേയർ ആശാനാഥ് നിർവഹിച്ചു. ഒരാഴ്ച മുമ്പ് നാട്ടിന് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്ന് പറഞ്ഞു. ഒരു മടിയും കൂടാതെ ഞാനത് സമ്മതിക്കുകയാണ്. കരമനാട്ടിൽ നമ്മുടെ ദീർഘകാലം ഇഷ്ടമാണ്. നമ്മുടെ ആശുപത്രിയുടെ ആ ബോർഡിനെ കഴിഞ്ഞ പ്രാവശ്യം തൊട്ടപ്പുറത്തെ അങ്ങനെ രണ്ടുപേരും പറഞ്ഞിരിക്കുന്നു. ഞാൻ ഹോസ്പിറ്റലിൻ്റെ ഡയറക്ടേഴ്സിന് വേണ്ടി ബാക്കി ഇവിടെ കൂടിയിരിക്കുന്ന നമ്മുടെ ടെക്നീഷ്യൻസ് എല്ലാവർക്കും വേണ്ടി ഞാൻ ആശാനാഥിന് സ്വാഗതം ചെയ്യുന്നു. ഈ പദ്ധതിയെക്കുറിച്ച് 2-3 വാക്ക് ഞാൻ സംസാരിക്കാം. ഉദ്ദേശം 15 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഇവിടേക്ക് റോഡ് ഡെവലപ്മെൻ്റൊക്കെ വന്ന് ഈ മീഡിയൊക്കെ വന്ന് റോഡൊക്കെ വൈഡൻ ചെയ്തപ്പോഴത്തേക്കും അന്ന് PWD സ്കീം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഐലൻഡ്സും മീഡിയൻസും ഒക്കെ പ്രൈവറ്റ് കമ്പനീസ് ഏൽപ്പിക്കാം, അവരത് മെയിൻറ്റെയിൻ ചെയ്യും. അങ്ങനെ ഞങ്ങളൊരു അപേക്ഷ കൊടുത്ത് PRS ഹോസ്പിറ്റലിൽ ഈ റൗണ്ട് അബൌട്ടും ഈ മീഡിയൻ ഹോസ്പിറ്റലിൻ്റെ എൻട്രൻസ് വരെ അത്രയും ഞങ്ങൾ ഏറ്റെടുത്തു. കഴിഞ്ഞ ഇത്രയും വർഷം ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് വരികയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വാട്ടർ കണക്ഷന് അപ്ലൈ ചെയ്ത് ഈ ഐലൻഡിൽ വാട്ടർ കണക്ഷൻ എടുത്തിട്ടുണ്ട്, ഗ്യാസ് കണക്ഷൻ എടുത്തിട്ടുണ്ട്. അതിലാണ് ഈ ഇവിടെ 13 കൗൺസിൽ ഉണ്ടായിരുന്നു, അതിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ ഇടയ്ക്ക് ഈ ബോർഡൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിലൊക്കെ റൂമർ ഉണ്ടായിരുന്നു ഈ ഐലൻഡൊക്കെ പൊളിച്ച് മാറ്റുന്നത്. അപ്പോൾ ഈ ബോർഡ് വന്നതോടുകൂടി അങ്ങനെ പൊളിച്ച് മാറ്റുന്നില്ല, ഇത് കാണും, അറ്റ്ലീസ്റ്റ് കുറേ വർഷങ്ങൾ കാണും. അങ്ങനെയാണ് ഞങ്ങൾ ഈ ഫൗണ്ടന് നവീകരിച്ചത്. ഏതൊരു പാറക്കൂട്ടമായിരുന്നു, അത് വലിയ ഭംഗിയില്ലായിരുന്നു. ഇപ്പോൾ കുറേ അധികം പൈസ കുറച്ച് 20 ജെറ്റാണ് വെച്ചിരിക്കുന്നത്. 20 ഫൗണ്ടനാണ് വെച്ചിരിക്കുന്നത്. ടയർ കൊടുത്തിട്ടുണ്ട്. വാട്ടർ കണക്ഷൻ നമുക്കിവിടെ ഉണ്ട്. എങ്കിലും വാട്ടർ ഒരു 2 മാസം ഒരിക്കലും വെള്ളം മാറ്റണം, കാരണം അതിനകത്ത് അഴുക്കുമൊക്കെ ഉണ്ടാവും. അപ്പോൾ രാവിലെ 8 തൊട്ട് 10:30 മണി വരെയും, വൈകിട്ട് സ്കൂളിൽ സമയം 3:30 തൊട്ട് 4:30 മണി വരെയും, വൈകിട്ട് 6:30 തൊട്ട് രാത്രി 10:30 മണി വരെയും ഈ ഫൗണ്ടൻ പ്രവർത്തിക്കും. ഇതിനകത്ത് ലൈറ്റും കളർ ലൈറ്റ്സ് 3 കളർ ലൈറ്റ്സും ഉണ്ട്. ടൈമറിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. പിന്നീട് ആക്ച്വലി മ്യൂസിക് കൂടെ ആഡ് ചെയ്യാൻ പറ്റും, പക്ഷേ ഇവിടെ മ്യൂസിക് ആഡ് ചെയ്യാൻ ഒന്നും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല ഈ ട്രാഫിക്കിൻ്റെ സൗണ്ടിൽ. അതുകൊണ്ട് നമ്മൾ മ്യൂസിക് വേണ്ടെന്ന് വെച്ചു. അങ്ങനെയാണ് ഇതിവിടെ സ്ഥാപിച്ചത്. ഇതിൻ്റെ പിന്നിൽ കഴിഞ്ഞ ഒരു 3 മാസത്തെ വർക്കാണ്. കാര്യം അത്രയ്ക്ക് പ്രയാസം ഉണ്ടായിരുന്നു. ഇതെല്ലാം പിന്നെ മേയർ കാണുന്നുണ്ടായിരിക്കും. ഇതിനകത്തെല്ലാം പാനൽ ബോർഡ്സാണ്. ആ പാനൽ ബോർഡ്സ് എല്ലാം വെല്ല് വിഷ് വെച്ച് മറച്ച്, ഇത് ആർട്ടിഫിഷ്യൽ പുല്ല് കൊണ്ട് മറച്ചിരിക്കുകയാണ്. ഇതെല്ലാം ആ രീതിയിൽ മറച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇതെല്ലാം ഇങ്ങനെ ഗ്രേ പെയിൻ്റ് അടിച്ച പാനൽ ബോർഡായിട്ട് ഇങ്ങനെ കാണാം. അതിന് ഈ ലോണെല്ലാം പുതിയതാണ്, കാരണം ഈ ബോർഡ് ചെയ്തതോടുകൂടി പഴയ ലോണെല്ലാം നഷ്ടപ്പെട്ടു പോയി. ഇതെല്ലാം ആണ് പുതിയ ചെയ്തത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് പിന്നെ ഒരുപാട് സഹായം, പിന്തുണ ഗവൺമെൻറ് ആയാലും കോർപ്പറേഷൻ ആയാലും PRS ഹോസ്പിറ്റലിന് തരുന്നുണ്ട്. നാട്ടുകാരുടെ സഹകരണമുണ്ട്. ഈ വർക്കൊക്കെ ചെയ്യുമ്പോൾ നാട്ടുകാരുടെ സഹകരണം, പോലീസിൻ്റെ സഹകരണമൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഇത്രയും ചുരുങ്ങിയ വാക്കുകൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആരാധ്യയായ ഡെപ്യൂട്ടി മേയറുടെ ഒരുപാട് സന്തോഷം. സർ, കഴിഞ്ഞ ആഴ്ച ഞാൻ ഹോസ്പിറ്റലിൽ മോളെ കാണിക്കുന്നതിന് വന്നപ്പോഴാണ് ഇങ്ങനൊരു ഈ മീഡിയയിൽ ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നുണ്ട്, അത് വരണമെന്ന് പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ വിചാരിച്ചു ആ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിലുള്ള മീഡിയൻ അതായിരിക്കും എന്നാണ് വിചാരിച്ചത്. ഇതായിരിക്കും ഞാൻ വിചാരിച്ചില്ല. എന്തായാലും ഒരുപാട് സന്തോഷം കണ്ടപ്പോൾ. കാരണം നമ്മൾ കോർപ്പറേഷനിൽ ഇരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ പുതിയ ഭരണസമിതി ആയതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്ത് പലരും വന്ന് പറയാറുണ്ട്, കാരണം ഇതുപോലത്തെ മീഡിയൻസ് ഒക്കെ തന്നെ PWD ഹാൻഡ് ഓവർ ചെയ്ത് ഇതുപോലെയുള്ള പല കമ്പനീസിനും ഒക്കെ തന്നെ ഹാൻഡ് ഓവർ ചെയ്തിട്ട് അവരൊന്നും പ്രോപ്പറായിട്ട് കെയർ ചെയ്യാതെ അവിടെ ചെടികളൊക്കെ തന്നെ വാടി കരിഞ്ഞ് നിൽക്കുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഒരു പരിഹാരം അതിനുണ്ടാക്കണം. അതിന് വെള്ളം തെളിക്കാൻ പോലും ആരും മെനക്കെടാറില്ല. അത് നഗരസഭയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാകണമെന്ന് പല തവണ എന്നോടും മേയറോടും അതുപോലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺസോടും ഒക്കെ തന്നെ പല ആളുകൾ, സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, ഇതുവഴി പാസ് ചെയ്തു പോകുന്ന ആളുകളൊക്കെ തന്നെയാണ് എന്ന് പറയുന്നത്.
അപ്പോൾ ഞങ്ങൾ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് അങ്ങനെ ഇതൊക്കെ റോഡ് ഫണ്ട് ബോർഡ് PWD ഒക്കെ തന്നെ ആർക്കാണോ ഇതൊക്കെ ഹാൻഡ് ഓവർ ചെയ്തിട്ടുള്ളത് അവർ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻസ് ചെയ്യാത്ത അവരൊക്കെ തന്നെ എത്രയും പെട്ടെന്ന് മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ട് ഇതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് കഴിഞ്ഞ തവണ മേയർ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. കാരണം നിങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്ത ഈ ഒരു സ്ഥലം കൃത്യമായിട്ട് നല്ല രീതിയിൽ മെയിൻറ്റെയിൻസ് ചെയ്ത് ഇപ്പോൾ നല്ല ഒരു, കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലൊരു ഫൗണ്ടൻ ഒക്കെ തന്നെ നിർമ്മിച്ച് ഇങ്ങനെ കൊണ്ടുവന്നതിൽ ഒരുപാട് സന്തോഷം. അപ്പൊ എനിക്ക് ടൈമിംഗ് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ കൊള്ളാമെന്ന് തോന്നുന്നു. വേറൊന്നുമല്ല, കാരണം സ്കൂൾ സ്റ്റുഡൻസിനെ ഉദ്ദേശിച്ചായിരിക്കും കൂടുതൽ. അപ്പൊ സ്കൂൾ സ്റ്റുഡൻസ് സാധാരണ കുട്ടികളൊക്കെ തന്നെ 7 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും, 9 മണിക്കൊക്കെ തന്നെ സ്കൂളിംഗ് ടൈം കഴിയും, 9:30 മുന്നേ സ്കൂളിംഗിൽ എത്തുന്നതാണ്. അപ്പോൾ അത് വെച്ചാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും, കുട്ടികൾക്ക് നല്ലതായിരിക്കും എന്നൊരു ചെറിയൊരു സജഷനാണ്. അത് യുവർ ചോയ്സ്, എന്ത് വേണം ചെയ്യാം. എന്തായാലും ഒരുപാട് സന്തോഷം. ഇനിയും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ PRSന്റെ കമ്പനീസിന്റെ നേതൃത്വത്തിൽ നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും വലിയ വലിയ ആഗ്രഹമായിരുന്നു ഇതുപോലെ കാണുവാൻ. തീർച്ചയായിട്ടും ഡെവലപ്മെന്റ് കമ്മിറ്റി ചെയർമാൻ എന്നുള്ള ചെയർപേഴ്സൺ എന്നുള്ള നിലയിൽ എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു. ഈ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന PRS ഗ്രൂപ്പിനും പ്രത്യേകിച്ച് മുരുകൻ ചേട്ടനും 1000 അഭിനന്ദനങ്ങളും ആശീർവാദങ്ങളും ഒക്കെ തിരുവനന്തപുരം നഗരസഭയുടെ ഭരണസമിതിയുടെ ഭാഗത്തു നിന്ന് നേർന്നുകൊണ്ട് HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.